നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾ അയച്ചു തന്നൊരു ഭാഗമാണ്. ഖുറാനിലെ സൂറത്ത് അൽ മുൽക്കിലെ 10ാമത്തെ വാക്യം. ഒറ്റ നോട്ടത്തിൽ ഒരു ചെറിയ വാക്യമാണ്, പക്ഷെ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ആശയങ്ങൾ ശരിക്കും പറഞ്ഞാൽ വളരെ വലുതാണ്. ആ വാക്യം ഇങ്ങനെയാണ്: അവർ പറയും, ഞങ്ങൾ കേൾക്കുകയോ ചിന്തിച്ചു മനസ്സിലാക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ നരകാവകാശികളുടെ കൂട്ടത്തിലാകുമായിരുന്നില്ല. ശരിയാണ്. ഇതൊരു മതപരമായ പശ്ചാത്തലത്തിലുള്ള വാക്യമാണെങ്കിലും സത്യം പറഞ്ഞാൽ ഇത് വായിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചില നിമിഷങ്ങളാണ്. തീർച്ചയായും. പിന്നീട് എപ്പോഴെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ അന്ന് അങ്ങനെ ഒന്ന് ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ഒരു ഖേദമില്ലേ? അതെ, ആ ഖേദം അതുതന്നെയാണ് ഈ വാക്യത്തിന്റെ ഒരു കാതൽ. ഇതിന്റെ ശക്തി അതൊരു മതഗ്രന്ഥത്തിലെ ഭാഗമായതുകൊണ്ട് മാത്രമല്ല. ഇതിലെ ഓരോ വാക്കും ശ്രദ്ധിച്ചു നോക്കൂ. അതെ. കേൾവി, ചിന്ത, പിന്നെ തിരഞ്ഞെടുപ്പ്, അതിന്റെ ഫലം, അവസാനം ആഴത്തിലുള്ളൊരു ഖേദം. ഇതൊരു പ്രത്യേക കഥയിലെ സംഭാഷണമാണെങ്കിലും ഇത് നമ്മുടെ എല്ലാം കഥയായി മാറാൻ വലിയ സമയമൊന്നും വേണ്ട അല്ലേ? അതുതന്നെ. അപ്പം നമുക്കതൊന്ന് ചെയ്തു നോക്കിയാലോ? ഈ ഒരൊറ്റ വാക്യത്തെ ഒന്ന് കീറിമുറിച്ച് അതിലെ ഓരോ ഭാഗവും എന്താണ് നമ്മളോട് പറയുന്നതെന്ന് നോക്കാം. നല്ലതാണ്. കേൾവിയും ചിന്തയും തമ്മിലുള്ള ബന്ധം, പിന്നെ നമ്മുടെ തീരുമാനങ്ങളുടെ ഉത്തരവാദിത്തം, ആ ഖേദത്തിന്റെ ഒരു മനഃശാസ്ത്രം, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ശരിയാണ്. അപ്പോ നമുക്ക് ആ ആദ്യത്തെ ഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങിയാലോ? ഞങ്ങൾ കേൾക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ. തീർച്ചയായും. ഈ കേൾക്കുക എന്ന വാക്കിന് ഇവിടെ എന്ത് ആഴമാണുള്ളത്? ഒറ്റനോട്ടത്തിൽ വെറുതെ ശബ്ദം ചെവിയിലെത്തുക എന്ന് മാത്രം തോന്നാം. പക്ഷെ അതിൽ കൂടുതലായി എന്തെങ്കിലുമുണ്ടോ? ഇതൊരു ഗംഭീര ചോദ്യമാണ്. കാരണം ഇവിടെയാണ് എല്ലാം തുടങ്ങുന്നത്. ഇത് വെറും പാസീവ് ഹിയറിംഗ് അല്ല. അതായത് ചുമ്മാ എന്തൊക്കെയോ കേട്ടിരിക്കുകയല്ല, മറിച്ച് ആക്റ്റീവ് ലിസണിംഗ് ആണ്. ശ്രദ്ധയോടെ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാനുള്ളൊരു തയ്യാറെടുപ്പോടെ കേൾക്കുന്നില്ലേ? അതാണ്. ഒരു ഉദാഹരണം പറയാമോ? പറയാം. ഒരു മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ബോസ് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കും. അതേ മീറ്റിംഗിൽ ഇരുന്നുകൊണ്ട് ഫോണിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ചെവിയിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കും. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലേ? ആദ്യത്തേതിൽ വിവരങ്ങൾ സ്വീകരിക്കാനുള്ളൊരു ശ്രമമുണ്ട്. രണ്ടാമത്തേതിൽ അതൊരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് മാത്രമാണ്. ശരിയാണ്. ഇവിടെ പറയുന്ന കേൾവി ആ ആദ്യത്തെ തരത്തിലുള്ളതാണ്. ഉപദേശങ്ങൾക്കും മുന്നറിയിപ്പുകൾക്കും അറിവിനും വേണ്ടി മനസ്സ് തുറന്നുവെക്കുന്നൊരവസ്ഥ. ശരിയാണ്. എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെയൊക്കെ പ്രൊഫഷണൽ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കുന്ന ഒന്നാണ്. അതെ അതെ. ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗില് നമ്മൾ പകുതി ശ്രദ്ധിച്ചിരിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ഒരു സഹപ്രവർത്തകൻ ഒരു പ്രൊജക്റ്റിന്റെ റിസ്കിനെ കുറിച്ച് ചെറുതായി ഒന്ന് സൂചിപ്പിക്കുന്നത്. നമ്മളത് കേൾക്കും, പക്ഷേ ശരിക്കും ശ്രദ്ധിക്കില്ല. കൃത്യം. ആഴ്ചകൾക്ക് ശേഷം ആ ചെറിയ റിസ്ക് ഒരു വലിയ തലവേദനയായി മാറുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ അന്ന് അയാളത് പറഞ്ഞതാണല്ലോന്ന്. ആ നിമിഷത്തെ നഷ്ടപ്പെട്ട കേൾവിയാണ് അവിടെ പ്രശ്നമായത്. അതെ. ഇന്നത്തെ ലോകത്ത് ഇത് കൂടുതൽ സങ്കീർണമാണ്. കാരണം നമുക്ക് ചുറ്റും എപ്പോഴും ശബ്ദങ്ങളാണ്. നോട്ടിഫിക്കേഷനുകള്, വാർത്തകള്. അതെ, സോഷ്യൽ മീഡിയ, വാർത്തകൾ, അഭിപ്രായങ്ങൾ. ഈ ബഹളത്തിനിടയിൽ യഥാർത്ഥത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ട ശബ്ദം ഏതാണെന്ന് തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ശരിയാണ്. അപ്പോൾ അറിവിലേക്കുള്ള ആദ്യത്തെ വാതിൽ തുറക്കുന്നത് ഈ സെലക്റ്റീവ് ആക്റ്റീവ് ലിസണിങ്ങിലൂടെയാണ്. പക്ഷേ വാതിൽ തുറന്നാൽ മാത്രം പോരല്ലോ. പോരാ. അതാണ് അടുത്ത ഭാഗം പറയുന്നത്. ചിന്തിച്ച് മനസ്സിലാക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ. അപ്പൊ കേട്ട വിവരം ചെവിയിലൂടെ അകത്തു കയറിയാൽ മാത്രം പോരാ. തലച്ചോറിൽ അതുകൊണ്ട് എന്തൊക്കെയോ ചെയ്യാനുണ്ടല്ലേ? അതെ. അതാണ് രണ്ടാമത്തെ, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. ഇതിനെ നമുക്ക് ഇൻപുട്ടും പ്രോസസ്സിംഗുമായി താരതമ്യം ചെയ്യാം. ഓക്കെ. കേൾവി എന്നത് കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ എൻറ്റർ ചെയ്യുന്നത് പോലെയാണ്. അതൊരു ഇൻപുട്ടാണ്. എന്നാൽ ചിന്തിച്ചു മനസ്സിലാക്കുക എന്നത് ആ ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് അതിനെ വിശകലനം ചെയ്ത് ഉപയോഗപ്രദമായ ഒരു ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രക്രിയയാണ്. അതായത് കേട്ട കാര്യത്തെ നമ്മുടെ നിലവിലുള്ള അറിവുമായി ബന്ധിപ്പിക്കുക, അതിലെ ശരിയും തെറ്റും തിരിച്ചറിയുക, അതിലെ അപകടങ്ങൾ മുൻകൂട്ടി കാണുക, അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളുക. ഇതെല്ലാമാണ് ആ പ്രോസസ്സിംഗിൽ വരുന്നത്. ശരി. ഈ പ്രോസസ്സിംഗ് നടക്കുമ്പോൾ മാത്രമാണ് ഇൻഫർമേഷൻ വിസ്ഡമായി മാറുന്നത്, വിവരം ജ്ഞാനമായി മാറുന്നത്. അപ്പോഴാണ് ആ കമ്പ്യൂട്ടർ ഉപമ ശരിക്കും കൊള്ളാം. അത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇന്നത്തെ സോഷ്യൽ മീഡിയയാണ്. ഒരുപാട് ഇൻപുട്ട് നമുക്ക് എല്ലാ ദിവസവും കിട്ടുന്നുണ്ട്. ആയിരക്കണക്കിന് പോസ്റ്റുകൾ, വീഡിയോകൾ, അഭിപ്രായങ്ങൾ. പക്ഷെ അതിലെത്ര എണ്ണത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും ഇരുന്ന് പ്രോസസ്സ് ചെയ്യാറുണ്ട്? വളരെ കുറവായിരിക്കും. മിക്കവാറും ഒന്നുമില്ല.
നമ്മൾ അടുത്ത പോസ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്യും. ഒരുപക്ഷെ ഈ വാക്യത്തിന്റെ ഒരു ആധുനിക പതിപ്പായിരിക്കാം അത്. ഇൻപുട്ട് ഒരുപാടുണ്ട്, പക്ഷെ പ്രോസസ്സിംഗ് നടക്കുന്നില്ല. വളരെ ശരിയായ ഒരു നിരീക്ഷണമാണത്. വിവരങ്ങളുടെ ഒരു പ്രളയത്തിൽ ചിന്തിക്കാനുള്ള സമയം പോലും നമുക്ക് നഷ്ടപ്പെടുന്നു. അതെ. അപ്പോ ഈ വാക്യത്തിൽ പറയുന്ന ആളുകൾക്ക് സംഭവിച്ചത് ഈ രണ്ട് പരാജയങ്ങളുമാണ്. ഒരുപക്ഷെ അവർക്ക് മുന്നറിയിപ്പുകൾ കേൾക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടാവാം, പക്ഷേ അവരത് ശ്രദ്ധിച്ചില്ല. അല്ലെങ്കിൽ കേട്ടിട്ടും കാര്യമാക്കിയില്ല. അതെ, അല്ലെങ്കിൽ അവർ കേട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. ഫലമൊന്നു തന്നെ, അവർക്ക് ശരിയായ ഉൾക്കാഴ്ച ലഭിച്ചില്ല. അപ്പോൾ ആ ഉൾക്കാഴ്ചയില്ലാതെ പോയതിന്റെ ഫലമായി അവരൊരു ദുരന്തത്തിലെത്തിപ്പെട്ടു. അവിടെ നിന്നാണ് അവർ ഈ ഏറ്റുപറച്ചിൽ നടത്തുന്നത്. അതെ. ആ ഏറ്റുപറച്ചിലിൽ വളരെ അതിശയിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. അവർ മറ്റാരെങ്കിലും കുറ്റപ്പെടുത്തുന്നുണ്ടോ? ഇല്ല. അതാണ് അതിലെ ഏറ്റവും ശക്തമായ ഭാഗം. ശരിക്കും ദൈവം ഞങ്ങളെ എങ്ങനെയാക്കിയെന്നോ, ചില ആളുകൾ ഞങ്ങളെ വഴിതെറ്റിച്ചു എന്നോ, ഞങ്ങളുടെ സാഹചര്യങ്ങൾ മോശമായിരുന്നു എന്നോ അവർ പറയുന്നില്ല. അവർ പറയുന്നത് ഞങ്ങൾ എന്നാണ്. ഞങ്ങൾ കേട്ടില്ല, ഞങ്ങൾ ചിന്തിച്ചില്ല. ഇത് പരാജയത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കലാണ്, ഒരു ഒഴികഴിവും പറയാതെ. ഒന്ന് നിൽക്കൂ. അപ്പോ അവർ വേറെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഇല്ല. അത് ശരിക്കും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം സാധാരണഗതിയില് നമ്മുടെ കുഴപ്പം കൊണ്ടാണ് എന്തെങ്കിലും സംഭവിച്ചതെങ്കിൽ പോലും നമ്മൾ വേറെ ആരുടെയെങ്കിലും തലയിൽ വെക്കാനാണല്ലോ ശ്രമിക്കാറ്. അതെ, അതൊരു മനുഷ്യസഹജമായ കാര്യമാണ്. ട്രാഫിക് ബ്ലോക്ക് കാരണമാണ് ഞാൻ വൈകിയത്, ചോദ്യം കടുപ്പമായതുകൊണ്ടാണ് ഞാൻ പരീക്ഷയിൽ തോറ്റത് എന്നൊക്കെ. ഇവിടെ അവർ നേരെ തിരിച്ച് സ്വന്തം നെഞ്ചത്താണ് കൈവയ്ക്കുന്നത്. അതെ, ആ ഏറ്റുപറച്ചിലാണ് ഖേദത്തെ ഇത്ര തീവ്രമാക്കുന്നത്. അതെങ്ങനെയാണ്? മറ്റൊരാൾ നമ്മളെ ചതിച്ചാൽ നമുക്ക് ദേഷ്യം വരും. സാഹചര്യങ്ങൾ മോശമായാൽ നമുക്ക് സങ്കടം വരും. പക്ഷേ ശരിയാണ് വഴി തിരഞ്ഞെടുക്കാനുള്ള കഴിവും അവസരവും നമ്മുടെ കയ്യിലുണ്ടായിട്ടും നമ്മുടെ സ്വന്തം അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ മടി കൊണ്ട് അത് പാഴാക്കി കളഞ്ഞു എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഖേദം അതിന്റെ ഏറ്റവും വേദനാജനകമായ രൂപത്തിൽ വരുന്നത്. ഇതിനെ മനഃശാസ്ത്രത്തിൽ കൗണ്ടർ ഫാക്ച്വൽ തിങ്കിംഗ് എന്ന് പറയും. കൗണ്ടർ ഫാക്ച്വൽ തിങ്കിംഗ് അതെന്താണ്? അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നുള്ള നമ്മുടെ ചിന്തകളില്ലേ, അതാണ് കൗണ്ടർ ഫാക്ച്വൽ തിങ്കിംഗ്. യഥാർത്ഥത്തിൽ സംഭവിച്ചതിന് വിപരീതമായൊരു സാധ്യതയെക്കുറിച്ച് ആലോചിക്കുന്നത്. ഒരു ആക്സിഡന്റിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ഒരാൾ ഒരു സെക്കൻഡ് നേരത്തെ പോയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നത് പോലെ. മനസ്സിലായി. ഇവിടെ ഈ ആളുകൾ ചെയ്യുന്നതാണ്. ഞങ്ങൾ കേട്ടിരുന്നെങ്കിൽ, ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥ വരുമായിരുന്നില്ല. ആ എങ്കിലെന്ന ചിന്തയാണ് ഖേദത്തിന് എണ്ണയൊഴിക്കുന്നത്. കാരണം മെച്ചപ്പെട്ടൊരു ഫലം സാധ്യമായിരുന്നുവെന്നും അത് നഷ്ടപ്പെടുത്തിയത് നമ്മൾ തന്നെയാണെന്നുള്ള തിരിച്ചറിവ് അതിലുണ്ട്. ആ തിരിച്ചറിവ് ഭീകരമായിരിക്കും. അതോടെ മറ്റാരെയും പഴിചാരാനുള്ള എല്ലാ വഴികളും അടയുകയാണ്. അതെ, ഉത്തരവാദിത്വം പൂർണ്ണമായും നമ്മളിൽ തന്നെ വരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം പലരും ആ സത്യം അംഗീകരിക്കാൻ മടിക്കുന്നത്. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് ഒരു തരത്തിലൊരു പ്രതിരോധമാണല്ലേ? തീർച്ചയായും. അതൊരു കോപ്പിംഗ് മെക്കാനിസമാണ്, രക്ഷപ്പെടാനുള്ളൊരു വഴി. പക്ഷേ യഥാർത്ഥ വളർച്ച സംഭവിക്കുന്നത് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴാണ്. ഈ വാക്യത്തിൽ അവർ ആത്യന്തികമായൊരു പരാജയത്തിന്റെ ഘട്ടത്തിലാണെങ്കിലും അവർ സത്യം അംഗീകരിക്കുന്നുണ്ട്. കേൾക്കാനും ചിന്തിക്കാനുമുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു. ആ അവസരം അവർ ഉപയോഗിച്ചില്ല. ആ തെരഞ്ഞെടുപ്പാണ് അവരുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം. ആ തെരഞ്ഞെടുപ്പ്, അത് നമ്മളെ വാക്യത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിക്കുകയാണ്. അതെ. അപ്പൊ കേൾക്കാത്തതും ചിന്തിക്കാത്തതുമാണ് കാരണമെന്ന് അവർ സമ്മതിക്കുന്നു. അതിന്റെ ഫലം എന്തായിരുന്നെന്ന് ആ വാക്യം ഒരു മറയുമില്ലാതെ പറയുന്നുണ്ടല്ലോ. പറയുന്നുണ്ട്. ഞങ്ങൾ ഈ നരകാവകാശികളുടെ കൂട്ടത്തിൽ ആകുമായിരുന്നില്ല. ഒരു സംശയത്തിനുമിടയില്ലാത്തൊരു കോസ് ആൻഡ് ഇഫക്റ്റ് പ്രസ്താവനയാണിത്. കാരണം ഫലം. അതെ, കാരണം ഇതാണ്. കേൾക്കാതിരുന്നത്, ചിന്തിക്കാതിരുന്നത്. ഫലമിതാണ് ഈ ദുരന്തപൂർണമായ അവസ്ഥ. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ യാദൃച്ഛികമല്ല, അതൊരു നോട്ടറിയടിച്ചതുമല്ല. മറിച്ച് അവരുടെ തന്നെ തെരഞ്ഞെടുപ്പുകളുടെ നേരിട്ടുള്ള ഒഴിവാക്കാൻ പറ്റാത്ത ഫലമാണ്. ഇവിടെ പ്രവൃത്തിയില്ലായ്മ അല്ലെങ്കിൽ ഇനാക്ഷൻ എന്ന വാക്ക് വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. എന്തുകൊണ്ട്? കാരണം അവർ എന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്തതിനെക്കുറിച്ചല്ല ഖേദിക്കുന്നത്. മറിച്ച് ചെയ്യേണ്ടിയിരുന്ന ശരിയായ കാര്യങ്ങൾ ചെയ്യാതിരുന്നതിനെക്കുറിച്ചാണ്. ശരിയാണ്. ഒരു ഉപദേശം കേൾക്കാതിരുന്നത് ഒരു പ്രവൃത്തിയില്ലായ്മയാണ്. കിട്ടിയ വിവരത്തെക്കുറിച്ച് ചിന്തിക്കാതിരുന്നതും ഒരു പ്രവൃത്തിയില്ലായ്മയാണ്. പക്ഷേ അതിന്റെ ഫലം വളരെ വലുതായി. അതെ, ഒരു ദുരന്തപൂർണമായ പ്രവൃത്തിയുടെ ഫലത്തിന് തുല്യമായി മാറി. വളരെ ശരിയാണ്.
പലപ്പോഴും നമ്മൾ കരുതുന്നത് എന്തെങ്കിലും ആക്റ്റീവായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ അതിന് ഫലമുള്ളൂ എന്നാണ്. പക്ഷേ ഒന്നും ചെയ്യാതിരിക്കുന്നതും ഒരു തീരുമാനമാണ്, ഒരു ചോയ്സാണ്. അതിനും ശക്തമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം. ഒരു ഡോക്ടറുടെ കാര്യം ആലോചിച്ച് നോക്കൂ. ഒരു രോഗിയുടെ സാരമില്ല, താനേ മാറിക്കോളും എന്ന് കരുതി ഒരു ടെസ്റ്റും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നു. ഒന്നും ചെയ്യാതിരിക്കൽ ഒരുപക്ഷെ വലിയ അപകടമുണ്ടാക്കാം. അതെ, ഒരുപക്ഷെ രോഗം മൂർച്ഛിക്കാനും രോഗിയുടെ ജീവൻ നഷ്ടപ്പെടാനും അത് കാരണമായേക്കാം. അവിടെ ഡോക്ടർ രോഗിയെ കൊല്ലാനൊന്നും ചെയ്തില്ല, പക്ഷേ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നത് അതിന് തുല്യമായ ഫലമുണ്ടാക്കി. കൊള്ളാം. ആ ഉദാഹരണം കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അറിയാതിരിക്കുന്നത് ഒരു ഒഴികഴിവല്ല, പ്രത്യേകിച്ചും അറിയാനുള്ള അവസരം മുന്നിലുണ്ടായിരുന്നെങ്കിൽ? തീർച്ചയായും. ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കാതെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി പണം നഷ്ടപ്പെടുമ്പോൾ എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ല. കാരണം അറിയാനും പഠിക്കാനുമുള്ള അവസരം അവിടെ ഉണ്ടായിരുന്നു. അത് ഉപയോഗിക്കാതിരുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പായിരുന്നു. അതെ. ഇതിനെ ഒരു വലിയ ചിത്രത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ, ബോധപൂർവമായ ഒരു ജീവിതം നയിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ശരിയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന വിവരങ്ങളെ, ആളുകളെ, അവസരങ്ങളെ, മുന്നറിയിപ്പുകളെ ശ്രദ്ധയോടെ സമീപിക്കുക. കേവലം കേട്ടുതള്ളാതെ അതിനെക്കുറിച്ച് ചിന്തിച്ച് വിശകലനം ചെയ്ത് തീരുമാനങ്ങളെടുക്കുക. ഓരോ നിമിഷവും തിരഞ്ഞെടുപ്പുകളുടേതാണ്. ഓരോ തിരഞ്ഞെടുപ്പിനും അതിൻ്റേതായ ഫലങ്ങളുമുണ്ട്. ആ ഫലങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നമുക്കൊഴിഞ്ഞുമാറാനാവില്ല. ഈ വ്യക്തിപരമായ ഉത്തരവാദിത്തം എന്ന ആശയം മതപരമായ ഒരു പശ്ചാത്തലത്തിൽ അല്ലാതെ നിങ്ങൾക്കെവിടെയാണ് ഏറ്റവും പ്രസക്തമായി തോന്നിയിട്ടുള്ളത്? എനിക്ക് തോന്നുന്നത് നമ്മുടെ ബന്ധങ്ങളിലാണ്. അതെങ്ങനെ? ഒരു സുഹൃത്തോ പങ്കാളിയോ അവരുടെ ഒരു വിഷമം നമ്മളോട് പറയുമ്പോൾ നമ്മളത് ശരിക്ക് കേൾക്കുകയും അതിന്റെ ഗൗരവം മനസ്സിലാക്കുകയും ചെയ്തില്ലെങ്കിൽ ആ ബന്ധത്തിൽ ഒരു വിള്ളലുണ്ടായേക്കാം. ശരിയാണ്. പിന്നീട് അവർ നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മൾ ഖേദിക്കും. അന്നവൾ അല്ലെങ്കിൽ അവൻ പറഞ്ഞപ്പോൾ ഞാനൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിലെന്ന്. ശരിയാണ്. അവിടെയും ഈ വാക്യത്തിൽ പറയുന്ന അതേ ഡൈനാമിക്സ് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ പ്രവൃത്തിയില്ലായ്മ ഒരു ബന്ധത്തെ തകർത്തു. മികച്ചൊരു പോയിന്റാണ്. അപ്പോൾ ഈ വാക്യം കേവലം ഒരു പരലോകത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് മാത്രമല്ല, ഈ ലോകത്ത് എങ്ങനെ നന്നായി ജീവിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വഴികാട്ടി കൂടിയാണ്. അതെ. അപ്പോൾ ഈ ഒരൊറ്റ വാക്യത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. എല്ലാം കൂടി ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കാം. ഒന്നാമത്തെ കാര്യം, അറിവ് നേടുന്ന പ്രക്രിയയ്ക്ക് 2 ഘട്ടങ്ങളുണ്ട്: ഇൻപുട്ടും പ്രോസസ്സിംഗും. അതായത് ശ്രദ്ധയോടെ കേൾക്കുക, കേട്ടതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുക. അതെ. ഇതിലൊന്ന് പാളിയാൽ മതി ഔട്ട്പുട്ട് തെറ്റാൻ. രണ്ടാമതായി, നമ്മുടെ തിരഞ്ഞെടുപ്പുകളുടെയും അതിന്റെ ഫലങ്ങളുടെയും പൂർണ്ണ ഉത്തരവാദിത്തം നമ്മുടേതാണ് എന്ന തിരിച്ചറിവ്. പരാജയങ്ങൾക്ക് മറ്റുള്ളവരെയോ സാഹചര്യങ്ങളെയോ പഴിചാരാൻ എളുപ്പമാണ്. പക്ഷേ ആത്യന്തികമായി തിരഞ്ഞെടുത്ത് നടത്തിയത് നമ്മൾ തന്നെയാണെന്ന സത്യം അംഗീകരിക്കുമ്പോഴാണ് വളർച്ചയുണ്ടാകുന്നത്. മൂന്നാമതായി, ഖേദം എന്ന വികാരത്തിന്റെ മനഃശാസ്ത്രം. അതെ. അത് വരുന്നത് മെച്ചപ്പെട്ട ഒരു ഫലം സാധ്യമായിരുന്നു എന്നും അത് നഷ്ടപ്പെടുത്തിയത് നമ്മുടെ തന്നെ പ്രവൃത്തിയില്ലായ്മ കൊണ്ടാണെന്നുള്ള വേദനാജനകമായ തിരിച്ചറിവിൽ നിന്നാണ്. എങ്കിൽ എന്ന ചിന്ത. ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കട്ടെ. പറയൂ. ഇവിടെ പറയുന്ന കേൾവിയും വിവേകവും കേവലം തെറ്റുകളിൽ നിന്നും അതിന്റെ ഭവിഷ്യത്തുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ടൂൾസും മാത്രമല്ല. പിന്നെന്താണ്? അവ വ്യക്തിപരമായ വളർച്ചയ്ക്കും ജ്ഞാനത്തിലേക്കും നമ്മെ നയിക്കുന്ന പാതകളാണ്. ബോധപൂർവം കേൾക്കാനും ചിന്തിക്കാനും തുടങ്ങുന്ന ഒരാൾ അപകടങ്ങളിൽ നിന്ന് മാത്രമല്ല രക്ഷപ്പെടുന്നത്, അയാൾ കൂടുതൽ മെച്ചപ്പെട്ട അർത്ഥവത്തായ ഒരു ജീവിതത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇതൊരു മുന്നറിയിപ്പ് മാത്രമല്ല, ഒരു പോസിറ്റീവായ വഴികാട്ടി കൂടിയാണ്. അതെ. എങ്ങനെ അറിവിനെ സമീപിക്കണം, എങ്ങനെ തീരുമാനങ്ങൾ എടുക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഇത് കേൾക്കുന്ന നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരാൾ നൽകിയ ഒരു ഉപദേശം പൂർണ്ണമായി കേൾക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സാഹചര്യം ശരിയായി മനസ്സിലാക്കാതെ എടുത്ത ഒരു തീരുമാനത്തിന്റെ പേരിലോ പിന്നീട് ഖേദിക്കേണ്ടി വന്ന ഒരു സന്ദർഭമുണ്ടോ? ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ആ അനുഭവത്തെ ഒന്ന് പുനഃപരിശോധിച്ചാൽ എന്ത് പുതിയ ഉൾക്കാഴ്ചയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്?